അങ്ങനെ നമ്മൾ കമ്പനിയിലെത്തിയല്ലേ? ആ കമ്പനിയിലെത്തി. പായൊക്കെ അഴിച്ചു. ഉള്ളിലായിരുന്നു പായ ഇട്ടിരുന്നത്. പുറത്ത് കണ്ടാൽ നമ്മൾ കാലി വണ്ടി വരുന്നവരെ തോന്നിക്കുന്നവള്. പോലീസ് ലൈറ്റ് അടിക്കുക. അതാണ് പോലീസ് ലൈറ്റ് അടിച്ചോണ്ടിരിക്കാത്തത്. ഏതാ നമ്മൾ സമൃദ്ധി ഹൈവേ എക്സ്പ്രസ്സിൽ 1 മിനിറ്റ് നോക്കട്ടെ. 4620 രൂപ ഒറ്റ ടോളിൽ. ഒറ്റ ടോളിൽ അത് എക്സിറ്റാണ്. 350 കിലോമീറ്റർ അടിച്ചത്. കയറുമ്പോൾ 720 രൂപ നമുക്ക് ടോൾ അടിച്ചായിരുന്നു. കയറുമ്പോൾ എക്സിറ്റ് കയറിയപ്പോൾ. അതിന് ഔട്ടായപ്പോൾ 390 കിലോമീറ്റർ ഉണ്ടായിരുന്നു. ആ 390 കിലോമീറ്റർ 4620 രൂപ. അതായത് ആ നോട്ടിൽ നിന്ന് എക്സിറ്റ് ആയി. ഓക്കെ, അതൊക്കെ കഴിയട്ടെ. നമുക്ക് ഇത് തുടങ്ങാം. ലോഡറൊക്കെയാണ്. അങ്ങനെ ട്രെയിൻ ഇവിടെ മണിക്കൂറിനാണ് തോന്നുന്നു മാർക്ക് കാശ് കേട്ടോ. ട്രെയിൻ പതുക്കെ ഉരുട്ടി പോകുന്നു. ട്രെയിൻ ഒരു മണിക്കൂറിനാണ് തോന്നുന്നു മാർക്ക് പൈസ കേട്ടോ. ആ എടാ, അവന്മാർക്ക് ചായ പൈസ കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് കൊടുത്തേക്കണ 200 രൂപ കൊടുത്തേക്കണ ഇറക്കി കഴിഞ്ഞിട്ട് കേട്ടോ. അവന്മാർ ആദ്യമേ പറഞ്ഞു ഞങ്ങൾക്ക് ചായപ്പീന തന്നേന്ന്. ഇനിയിപ്പോൾ ഓർഡർ ഇട്ടിട്ട് നമുക്ക് വണ്ടി സർവീസ് മസ്റ്റ് സർവീസ് ചെയ്യണടാ. നാട്ടിൽ അത്ര നാട്ടിൽ നിന്ന് പോകുന്നത് പിന്നെ ഞാൻ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ കയറ്റി സർവീസ് ചെയ്യുന്നതാണ്. നാട്ടിൽ നിന്ന് വന്നതിന് ശേഷം സർവീസ് ചെയ്തില്ല. അത് നിങ്ങൾ ഓടുമ്പോഴും സർവീസ് ചെയ്തിട്ടില്ലായിരുന്നു. 1.5 മാസം നേരെ നമ്മൾ കർണാടകയ്ക്ക് പോയിട്ട് തിരിച്ചവിടെ വന്നിട്ട് നേരെ വെസ്റ്റ് ബംഗാൾ പോലെ. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് റിവേഴ്സ് പോയാലേ പരിപാടി നടക്കത്തോളായിരുന്നില്ലേ? ഞാനന്നേരം ഉറങ്ങുമായിരുന്നു. എടുക്കാൻ പറ്റിയില്ല, വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അടുത്ത നിപ്പാനിയിൽ പഞ്ചസാര കയറ്റാൻ പോവുകയാണ്. പഞ്ചസാര കയറ്റാൻ നിപ്പാനിയിൽ. അതിപ്പോൾ ഇവിടെ കിടന്നിട്ട് രാവിലെ എടുത്തിട്ട് പോകാം. കാരണം വെച്ചാൽ സർവീസ് സ്റ്റേഷൻ നോക്കി സർവീസ് ചെയ്യണം. എനിക്ക് വണ്ടി സർവീസ് ചെയ്യാതെ ഒരു സമാധാനം വരുന്നില്ല. കാണും. നമുക്ക് ആഹാരം തരുന്നതല്ലേ, നമ്മളതനുസരിച്ച് വണ്ടിയെ നോക്കണ്ടേ. പിന്നെ ഇനിയിപ്പോൾ നേരെ സർവീസ് സ്റ്റേഷനിൽ ചെന്ന് സർവീസ് ചെയ്ത് നേരെ നിപ്പാനി. രാവിലെ എടുത്താൽ മതി വണ്ടി. രാവിലെ പായൊക്കെ ഉണക്കണം. പായ ഇവിടെ ഉണക്കാൻ സൗകര്യമുണ്ട്. ഇവിടെ കുളിച്ചിട്ടങ്ങോ, ഇവിടെ നല്ല സൗകര്യമുണ്ട്. ഇവിടെ കുളിച്ചിട്ടങ്ങോ. രാവിലെ വണ്ടി എടുത്ത് നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. വഴിപണിയാണ്. തിരക്കുമുണ്ട്. ഈ സെന്ററിൽ നിൽക്കുന്ന ഈ പൂവൊക്കെ അങ്ങ് വലുതായി കഴിയുമ്പോൾ തണലാവുമായിരിക്കില്ല? എവിടാ തണലാവുന്നത്? മരം നിൽക്കുന്നുണ്ട്. മരത്തിലാണ് തണലായി. ഈ മുൾച്ചെടി എവിടെ വളരുന്നത്? അല്ലല്ലോ. ഇവിടെയും വയലുണ്ടല്ലേ? പിന്നെ വയലില്ലാത്ത അങ്ങനെ സർവീസ് സ്റ്റേഷനിൽ കയറ്റി. ഇതൊരു സർവീസ് സ്റ്റേഷനിൽ കയറി നോക്കാം. നമുക്ക് എങ്ങനെ ചാർജും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഇവിടെ അവർ ചെയ്തു തരുമെന്നാണ് പറഞ്ഞത്. അവർ വണ്ടി കണ്ടപ്പോൾ തന്നെ അവർക്ക് 1200 രൂപ പറഞ്ഞല്ലേ? വണ്ടി കണ്ടപ്പോൾ തന്നെ അവർക്കൊരു വീഡിയോ, അവർ തന്നെ വീഡിയോ എടുത്ത് സെറ്റപ്പാന്നല്ല പറയുന്നത്. എന്നാലും നമ്മുടെ വണ്ടിക്കൊരു കേരള വണ്ടിയുടെ ഒരു വ്യത്യാസം, സ്ഥിരം കാണുന്ന ഒരു വെറൈറ്റി. ഇവിടെ അങ്ങനെ വണ്ടി സർവീസ് ചെയ്യാൻ കയറ്റുന്ന ഒരു സ്ഥലമല്ലെന്ന് തോന്നുന്നു. അങ്ങനെ സർവീസ് ചെയ്യാൻ ചെറിയതാണ്. എന്താ സർവീസ് ചെയ്ത് തരാന്ന് പറഞ്ഞാൽ തന്നെ നല്ല കാര്യം. അല്ല, വീണ്ടും അന്വേഷിച്ച് അതാ എത്ര ഇടത്ത് അന്വേഷിച്ചാണ് നമുക്കിത് കിട്ടിയത്. നല്ല കഴുകലാണ് കേട്ടോ. നമ്മുടെ പെരുമ്പാവൂർ സർവീസ് എന്ന് പറയുന്നതല്ല. അവന് 1000 രൂപ കൊടുക്കുകയും വേണം. ഓസിലുള്ളവരെ അടിച്ചിട്ടൊന്ന് സാമ്പു ഓരോരുത്തരും അമ്മമാരൊക്കെ കാണിച്ച് കൊടുക്കണം. ഇത് ചേസിൻ്റെ അടിയിലൊക്കെ കയറി എങ്ങനെ കഴിക്കുന്നില്ല. എവിടെ ഇച്ചിരി നല്ല വൃത്തിയാക്കുന്നുണ്ട്. ഇതാ മുതലാളി കേട്ടോ. ഇതാ മുതലാളി. ആ സർവീസ് സ്റ്റേഷൻ്റെ മുതലാളി ഇതാ. അങ്ങനെ വെള്ളം അടിക്കുന്നു. സൂപ്പറായിട്ട് ഒന്നൊന്നര സൂപ്പർ. അടിഭാഗത്തൊക്കെ അടിക്കുന്നുണ്ട്. ഇനി അടുത്ത റാമ്പിനകത്ത് ഇറങ്ങിയിട്ട് അടിക്കുന്നടിക്കായിരിക്കും അല്ലേ? ആ സോപ്പിടിയിലൊക്കെ നോക്കണം. സോപ്പിടിയിലൊക്കെ ഇത് കഴുകി നമ്മളൊന്നും കൂടെ ഇച്ചിരി വെള്ളം നമ്മളെ നല്ല വെള്ളം ഇട്ടൊന്ന്
ഗ്ലാസ്സിൽ കൂടെ ഇങ്ങനെ ഈ ഉപ്പ് വെള്ളം ഇരിക്കുന്ന പോലെ ഉപ്പുവെള്ളമല്ല, വെള്ളത്തിന് കട്ടി ഒഴിക്കുക, കോറിൻ്റെ അതിൻ്റെ ഇതൊക്കെ ഒരു ഇത്. വണ്ടിയുടെ കളറേ മാറിയില്ലേ? നേരത്തെ ഇപ്പം നോക്കി വണ്ടി കഴുകി കഴിഞ്ഞ് കാണാൻ ഇതല്ലേ സുഖമല്ലേ? നമ്മുടെ വണ്ടി അങ്ങനെ നമ്മൾ റോട്ടിലോട്ട് ഇറക്കി. ഇനി അടുത്ത ഗ്രീസ് അടിക്കുന്നിടത്ത് ഗ്രീസ് അടിക്കണം. അടുത്ത പിന്നെ ഗ്രീസ് എവിടെ ഉണ്ടെന്ന് അടുത്ത് നോക്കി പോകണം. വണ്ടി ഇവിടെ നീട്ട അടിച്ചിട്ട് ഗ്രീസ് ഉള്ളിടത്ത് നോക്കി കുറച്ച് ദൂരം ഓടിയിട്ട് അടിച്ചാൽ മതി. ഒന്ന് വണ്ടി ഒന്ന് ഉണങ്ങിയിട്ട്, അതായത് ആ വെള്ളമയം അങ്ങ് പോയി കിട്ടാൻ നല്ല ഗ്രീസ് നല്ല ഞാൻ നിങ്ങളുടെ എപ്പോഴും പറയാറില്ല, അത് അങ്ങനെ അടിക്കുക. ഒന്ന് സർവീസ് ചെയ്ത ഉടനെ ഗ്രീസ് അടിക്കരുത്. വെള്ളമയം കൊണ്ട് ഗ്രീസ് ഇതാവത്തില്ല. നടക്കുന്നതുകൊണ്ട് സൈഡിൽ കാണാൻ ചാൻസ് കുറവാണ്. ഇവിടെ ആ ഭാഗത്ത് വല്ല നമുക്ക് നോക്കാം അങ്ങോട്ട്. അല്ല നിപ്പാനയിൽ നമുക്കറിയാവുന്ന സ്ഥലമുണ്ട്. ഗ്രീസടി അതൊരുമാതിരി കട്ടിയില്ലാത്ത ഗ്രീസ് ഇല്ലേ? ഇവർ ഓയിൽ എളുപ്പം കയറാൻ വേണ്ടി ഓയിൽ ഒഴിക്കുന്നത് കരിയോയിൽ ഒഴിക്കുന്നതെന്ന് അതിനകത്ത് കട്ടിയില്ലാത്ത ഗ്രീസ് അടിച്ചതാണ് നമ്മൾ അവിടെ അടിച്ചപ്പോൾ അതവിടെ നിന്നായിരുന്നു, കൊല്ലത്തു നിന്നായിരുന്നു. റോഡ് കയറ്റുന്നതിന് മുമ്പല്ലേ വിളിച്ച് നല്ല കട്ടിയിൽ റോഡിൽ കൂടെ മൊത്തം ഗ്രീസ് ചാടിക്കൊണ്ടിരിക്കും. കയറി ഉള്ളിൽ അപ്പുറത്ത് വെടി വന്നാൽ ഓദിക്കണമെന്നൊന്നുമില്ല ഗ്രീസിൽ. അങ്ങനെ ഗ്രീസ് അടിച്ച് നമ്മൾ നിപ്പാനി ലക്ഷ്യമാക്കി പോവുകയാണ്. പഞ്ചസാര ഇന്ന് മെയ്ദിനാട് ലീവല്ലേ? നാളെ ഒരു 10-12 മണിയാകുമ്പോഴത്തേക്ക് നമുക്ക് ഇത് വരും. അണ്ണൻവണ്ടി നിപ്പ 15 കിലോമീറ്റർ ചെല്ലുന്നിടം വരെ റോഡ് പണിയാണ്. ഭയങ്കര ഇതാണ്. ഇവിടുന്ന് 71 കിലോമീറ്റർ, നിപ്പാനിൽ നിന്ന് 80 കിലോമീറ്റർ അകത്തുണ്ട് നിപ്പാനി. അവിടെ കുളിക്കാൻ സൗകര്യം കാണില്ല. വണ്ടി നിർത്തുന്നിടത്ത് നിപ്പാനിയിലോ? നിപ്പാനി നമ്മൾ പോയി കിടക്കുന്ന പമ്പിൽ പിന്നെ ഇതുണ്ടാവും, പിന്നെ അവിടെ ഉണ്ട്. അങ്ങനെ നമ്മൾ ദാവയെ കയറ്റിയിട്ടേക്കുന്നു. ഇവിടെ ഭയങ്കര പൊടിയാലും നമ്മളിവിടുന്ന് വണ്ടി എടുത്തിട്ട് പോകാം. ഇവിടെ ശരിയാകത്തില്ല, കാരണം വണ്ടി കയറി ഇറങ്ങിയാൽ മൊത്തം പൊടി നോക്കാം. പിന്നെ നമ്മൾക്ക് എടുക്കുക. ആ സൈഡും നോക്കിയോണേ. വണ്ടി അവിടെ ആ വണ്ടി കിടക്കുന്നതാണ് നമുക്ക് സൈഡ് കാണത്തില്ല. അവിടുന്ന് കയറി വരുന്ന വണ്ടി സ്പീഡിൽ കയറി വരുത്തണം. ഒന്ന് നോക്കിയേ. അങ്ങനെ ഇനി അടുത്ത വീഡിയോ നമ്മൾ പഞ്ചസാര കയറ്റുന്ന വീഡിയോ അടുത്തായിട്ട് നമ്മൾ വരുന്നതായിരിക്കും.